Hi guys, welcome back. In this, we have Grand Vitara Kiddilum video. Full detailed first, this is stereo speakers. Stereo upgrade speakers. This speakers the Morale brand in common speakers coaxial speakers. Morale pricing clarity product. Premium speakers നല്ല റേറ്റ് കുറയുന്ന നല്ല സ്പീക്കേഴ്സ് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്തിട്ട് നമ്മളെ വണ്ടിയിൽ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ നല്ലത്. അപ്പോൾ നമ്മുടെ അടുത്ത് ESP ഓഡിയോ അതേപോലെ തന്നെ റെയിൻബോ അങ്ങനത്തെ ഒരുപാട് പ്രീമിയം സ്പീക്കേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് റേറ്റ് കുറയുമ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയോട് കിട്ടുന്നത് നമ്മളെ മൊറൈലിന്റെ സ്പീക്കേഴ്സ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വണ്ടിയിൽ കോമ്പോണന്റും കോവാക്സിലും മൊറൈലാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ആ സ്പീക്കേഴ്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റെയിൻ ഗാർഡ് സ്പീക്കറും കപ്ലർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വയറിംഗ് കിറ്റ് യാതൊരു തരത്തിലും കട്ട് ചെയ്യാണ്ടിരിക്കാൻ കപ്ലർ കാര്യങ്ങളൊക്കെ മെയിലും ഫീമെയിലും വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നല്ലൊരു പെർഫോമൻസ് ആയിട്ടുള്ള ഇത്രയും ക്ലാരിറ്റി ഉള്ള സ്പീക്കേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് സുസുക്കിയുടെ ഡോറാണ്, വൈബ്രേഷനും ഉണ്ട്, ഒപ്പം ഓഡിയോ ക്വാളിറ്റി അത്ര പോരാ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഡാമ്പിംഗ് ഷീറ്റ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യണത് ഏറ്റവും പ്രീമിയം ബ്രാൻഡ് ആയിട്ടുള്ള ഒസൈലിന്റെ ഡാമ്പിംഗ് ഷീറ്റ് ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്യൂർ അലുമിനിയം ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡാമ്പിംഗ് ഷീറ്റ് ഉള്ളതിലും വെച്ചിട്ട് 2-3 കമ്പനിയാണ് നമ്മൾ ഷോപ്പിൽ ചെയ്യുന്നത്. അപ്പൊ അതിലും നമ്പർ 1 ആയിട്ടുള്ള സാധനമാണ് ഒസൈലിന്റെ ഡാമ്പിംഗ് ഷീറ്റ്. അപ്പൊ ഈ ഒരു ഗ്രാൻഡ് വിത്തറിൽ നമ്മൾ അത് ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് എന്തായിട്ടും വീഡിയോസിൽ കാണാൻ പറ്റും. അത് ഡാമ്പിംഗ് ഷീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വെറുതെ ഒട്ടിച്ചു വെക്കുന്ന രീതിയിലല്ല, അത് ചെയ്യുമ്പോൾ ഇത്തിരി പ്രൊഫഷണൽ ആയിട്ട് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ അത് വെയിൽ കൊണ്ടിട്ട് സ്മെല്ല് വരാനും ഒലിച്ചിറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം, സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിട്ട് കൂട്ടരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുമ്പോൾ വ്യത്യാസം എന്ന് വെച്ചാൽ നമുക്ക് ഓഡിയോ ക്വാളിറ്റി കൂടും, വൈബ്രേഷൻ നല്ല രീതിയിൽ പോവും, പുറത്തുനിന്നുള്ള സൗണ്ട് ഉള്ളിലേക്ക് വരാണ്ടിരിക്കുകയാണ് പരമാവധി ഇതാവും. അപ്പൊ അത്തരത്തിലുള്ള ആവശ്യത്തിനാണ് നമ്മൾ ഡാമ്പിംഗ് ഷീറ്റുകൾ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു പ്രീമിയം സ്പീക്കേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ പരമാവധി ഡാമ്പിംഗ് ഷീറ്റ് ചെയ്യണമെന്ന്. പിന്നെ നമ്മളെ സ്റ്റീരിയോ നമ്മൾ കമ്പനി 7 ഇഞ്ച് ആ ഒരു സ്റ്റീരിയോ മാറ്റിയിട്ട് നമ്മുടെ സ്മാർട്ട് ഓഡിയോടെ സ്റ്റീരിയോ ചെയ്യുന്നുണ്ട്. സ്മാർട്ട് ഓഡിയോ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഒരുപാടധികം വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ കൂടുതൽ നമ്മൾ ഷോപ്പിൽ ചെയ്യണത് സ്മാർട്ട് ഓഡിയോടെ സ്റ്റീരിയോസ് ആണ്. പെട്ടെന്ന് നമുക്ക് സർവീസ് കിട്ടും. ഒരുപാടധികം കമ്പനീസ് ഉണ്ട് നമ്മളിപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട്. അപ്പൊ ഇതിൽ നമ്മൾ സ്മാർട്ട് ഓഡിയോ ചൂസ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് പെട്ടെന്ന് സർവീസ് കിട്ടും. എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റീപ്ലേസ്മെന്റ്, ഇപ്പൊ ഇന്ന് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഇന്ന് തന്നെ നമുക്ക് റീപ്ലേസ്മെന്റ് കിട്ടും. മറ്റുള്ള കമ്പനി അങ്ങനെയല്ല. കാരണം വെച്ചാൽ നമ്മൾ ഇവിടെ എടുക്കുന്ന കമ്പനിയൊക്കെ നമുക്ക് അന്ന് തന്നെ നമുക്ക് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ മറ്റുള്ള കമ്പനീസ് അങ്ങനെയല്ല. അവരെ കമ്പനിയുടെ അപ്രൂവൽ കാര്യങ്ങളൊക്കെ കിട്ടിയാൽ നമുക്ക് റീപ്ലേസ്മെന്റ് കിട്ടാം. പിന്നെ 1 വർഷം 2 വർഷം കഴിഞ്ഞാലും റീപ്ലേസ്മെന്റ് വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സർവീസ് വാറണ്ടി കിട്ടണമെങ്കിൽ നമുക്ക് അവരെ പിന്നാലെ എടുക്കേണ്ടി വരും. ഇത് നമുക്ക് പെട്ടെന്ന് സർവീസ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ അതാണ് സ്മാർട്ട് ഓഡിയോ. അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും സ്പെക്കായിട്ട് എഴുതിയിട്ടാട്ടോ ആ സ്റ്റീരിയോ കാണിക്കുമ്പോൾ തന്നെ. പിന്നെ നമ്മൾ ഇതിന്റെ സീറ്റ് നിങ്ങൾക്കറിയാം, ഗ്രാൻഡ് വിത്തയുടെ സീറ്റ് അധികം ഒരു സ്പോർട്ടി ലുക്കൊന്നും ഇല്ലാത്ത സീറ്റാണ്. അപ്പൊ അത് ഒരു സ്പോർട്ടി ലുക്കിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ബക്കറ്റ് ടൈപ്പ് സീറ്റ് നമ്മുടെ വിങ്സും തൈ സപ്പോർട്ടും ഷോൾഡർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കിഡിലൻ സീറ്റിലേക്ക് നമ്മൾ മാറ്റാനായിട്ട് പോകുന്നത്. ഒരുപാടധികം വീഡിയോസ് നമ്മൾ ഫോൺസിന്റെയും ഗ്രാൻഡ് വിത്താറയുടെയും ജീപ്പ് കോമ്പസിന്റെ ഒക്കെ നിങ്ങൾ ഇട്ട് കാണിച്ചിട്ടുണ്ട്, താറിന്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാടധികം വണ്ടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പറ്റാണെന്ന് എടുത്തു നോക്കിയാൽ അത് റീൽസ് കാര്യങ്ങളൊക്കെ ഒട്ടനവധി റീൽസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല ഡിസൈനിലും പല കളറിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ സീറ്റ് ഓൾട്ടറേഷൻ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ സീറ്റ് കവേഴ്സ് ചെയ്യാം, അതേപോലെ തന്നെ സ്കിൻ ഫിറ്റ് ചെയ്യാം, കമ്പനി സീറ്റ് പോലെ ചെയ്യാം. ഇത് നമ്മൾ ഓൾട്ടറേഷൻ ചെയ്യണത് ബക്കറ്റ് സീറ്റ് ടൈപ്പ്. അതുപോലെ തന്നെ ഇതിന്റെ വിനീർ ഫ്ലോറിങ് ചെയ്യുന്നുണ്ട്. നമുക്ക് 5D മേറ്റ് ഇട്ടാലും കുഴപ്പമില്ല. പക്ഷെ വിനീർ ഫ്ലോറിങ് നോർമലായിട്ട് ഇട്ട് പോകുമ്പോൾ ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക. നമ്മൾ നല്ല പതിപ്പിച്ച് സീൽഡ് ആയിട്ടാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ വെള്ളം കയറലോ ബുദ്ധിമുട്ടൊന്നും വരില്ല. പക്കായിട്ട് നമ്മൾ ചെയ്യണേ. ഒരുപാട് കൊല്ലം നമ്മൾ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. ഇതേവരെ ഒരു വണ്ടി പോലും നമുക്ക് കംപ്ലൈൻറ്റ്സ് ഇങ്ങനെ വെള്ളം കയറി എന്ന് പറഞ്ഞിട്ട് ഇതുവരെ കംപ്ലൈന്റ് പറയുക ഒന്നും ചെയ്യില്ല. അത്രയ്ക്കും ഫിനിഷിംഗ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിനീർ ഫ്ലോറിങ് നൈസാണ്. ഇതിന് നെഗറ്റീവ് വരാൻ കാരണം ഷോറൂമിലൊക്കെ ഓഫർ ആയിട്ട് കൊടുക്കുന്നുണ്ട് വിനീർ ഫ്ലോറിങ്. അത് 3/4 മണിക്കൂർ അരമണിക്കൂർ കൊണ്ടൊക്കെയാണ് ഒരു വണ്ടി ചെയ്തു വരുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് വിനീർ ഫ്ലോറിങ്ങിന് ഈ ഒരു പ്രശ്നം വരുന്നത്, കംപ്ലൈന്റ് നെഗറ്റീവ് വരുന്നത്. നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ സെറ്റ് ആയിരിക്കും. പിന്നെ നമ്മളെ ഹോൺ ചെയ്യുന്നുണ്ട്. ഇതിന്റെ കമ്പനി ഹോൺ നിങ്ങൾക്ക് അറിയാം, സുസുക്കിയുടെ എല്ലാ വണ്ടിയിലും വരുന്ന ടൈപ്പ് ഹോണാണ്. അത് മാറ്റിയിട്ട് നമ്മൾ ഹെല്ലയുടെ ക്രോം ടൈപ്പ് ടിൻടോൺ സീരീസ് ഹോൺ ചെയ്യുന്നുണ്ട്. ഒരുവിധം എല്ലാ വണ്ടിയും നമ്മളിപ്പോൾ ചെയ്യുന്നതാണ്. പിന്നെ ഇതിന്റെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഇതിന്റെ സെക്കൻഡ് വേരിയന്റ് ആണ്, ബേസ് മോഡൽ സെക്കൻഡ് വേരിയന്റ് ഒക്കെ വരുമ്പോൾ മാറ്റ് ഫിനിഷും അതേപോലെ തന്നെ ആ ഒരു ടൈപ്പിലുള്ള കോമ്പിനേഷനാണ് വരുന്നത്. അത് നമ്മൾ ആ ഒരു ACVന്റെയും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്ലൂസിലേക്ക് മാറ്റുന്നുണ്ട്. ഇന്റീരിയർ സ്റ്റൈലിഷ് കിറ്റ് നമ്മൾ ഇടയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വർക്കാണ് നമ്മൾ ഈ ഒരു ഗ്രാൻഡ് വിത്താറ് നിങ്ങൾ കാണാനായിട്ട് പോണത്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ ചെയ്യണേന്ന് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിൽ കാണാം, ഇതിന്റെ ഫൈനൽ റിസൾട്ടും കാണാം. അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മൾ എന്തായാലും വീഡിയോയ്ക്ക് പോവാം.
അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഈ ഗ്രാൻഡ് വിത്താറയുടെ വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ഫസ്റ്റ് ഇൻട്രോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ എങ്ങനെയാ ചെയ്യണേന്ന് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മളെ വീഡിയോസിലൊക്കെ അങ്ങനെ മെയിൻ ആയിട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവണം നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് വരുന്നത്. അപ്പോൾ ഇതിൽ ചെയ്ത എല്ലാ പ്രൊഡക്റ്റുകളും അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ കുറഞ്ഞതും അവൈലബിൾ ആണ്, കൂടിയതും അവൈലബിൾ ആണെന്ന് വെച്ചാൽ സ്റ്റീരിയോ നമ്മൾ നോർമൽ സീരീസ് എടുത്തിട്ടുള്ളത് 360 ഉണ്ട്, DVR ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ CCTV വരുന്ന സ്റ്റീരിയോ വരെ ഇപ്പോൾ കറന്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ കൂടുതലും റീപ്ലേസ്മെന്റ് ഉള്ള ഐറ്റംസ് എടുക്കുക, എന്നാൽ തന്നെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വരുമ്പോൾ അത് മാറ്റി കിട്ടുക കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കൊറിയർ ആയിട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ഷോപ്പിലേക്ക് വന്ന് ചെയ്യണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കാരണം വെച്ചാൽ നമ്മളെ ഷോപ്പിൽ വയറിങ് കാര്യങ്ങളൊക്കെ എന്തായിട്ട് പ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു പ്രോഗ്രാം വരുന്നത്, എങ്ങനെയാണ് ഒരു സ്റ്റീരിയോ വരുന്നത്, എങ്ങനെയാണ് സ്പീക്കേഴ്സ് ചെയ്യേണ്ടത്, അങ്ങനെ ഏതൊക്കെ വർക്കാണ് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ വയറിങ് ചെയ്യാറുള്ള എല്ലാ നമ്മളെ വ്യൂവേഴ്സിനും നമ്മളെ കസ്റ്റമേഴ്സിനൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ടൊക്കെ ഇത്തിരി ടൈം എടുത്താണ് നമ്മൾ എല്ലാ വർക്കും ചെയ്യണത്. അല്ലാണ്ട് നമുക്ക് ഇപ്പൊ ഇത്ര ടൈം കൊണ്ട് ചെയ്യുന്നുള്ള രീതിയിലല്ല നമ്മൾ വർക്ക് എടുക്കാറുള്ളത്. അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ടൈം എടുത്ത് വൃത്തിയോടെ കമ്പനി വയറിങ് പോലെ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോസും വർക്ക് കാര്യങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഒരുപാടധികം ഷോർട്ട് വീഡിയോ ഫുൾ വീഡിയോ ഒക്കെ നമ്മളെ ഇൻസ്റ്റയിലും യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്തോളൂ. അപ്പൊ ഇത്രയുള്ള അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരാടാ.